ലിബറൽ ചിന്താഗതിക്കാരായ ആളുകൾ ട്രംപിന്റെ രാഷ്ട്രീയ നിലപാടുകളുടെ എതിർപ്പ് ടെസ്ലയോടും കാണിക്കുന്നുണ്ട്. യൂറോപ്പിൽ ടെസ്ലയുടെ വിൽപ്പന 40% കുറഞ്ഞു. ജർമ്മനിയിൽ ഇത് 70% വരെയായി കുറഞ്ഞു. ഈ സാഹചര്യത്തിലാണ് മസ്ക് പതിയെ ഔദ്യോഗിക പദവി വിടുന്നത്. ഇതിനിടെ മസ്കും ട്രംപും തമ്മിൽ തെറ്റിയെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതിൽ രണ്ടു കൂട്ടരും സ്ഥിരീകരണമൊന്നും നൽകുന്നുമില്ല. ഇലോൺ മസ്ക് ഉടൻ തന്നെ സർക്കാർ പദവിയിൽ നിന്നും പിന്മാറുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ക്യാബിനറ്റ് അംഗങ്ങളോടും മറ്റ് അടുത്ത ബന്ധുക്കളോടും പറഞ്ഞതായാണ് പൊളിറ്റിക്കോ ബുധനാഴ്ച റിപ്പോർട്ട് ചെയ്തത്. ഡോജിലെ തന്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച മസ്ക് ഉടൻ തന്നെ തന്റെ ബിസിനസ് രംഗത്തേക്ക് മടങ്ങുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. എന്നാൽ മസ്ക് എന്ന് ഡോജ് വിടുമെന്ന് വ്യക്തമല്ല. സംഭവത്തെക്കുറിച്ച് വൈറ്റ് ഹൗസ് വൃത്തങ്ങളോ മസ്കുമായി ബന്ധപ്പെട്ടവരോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പൊളിറ്റിക്കോ റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനികളുടെ ഓഹരികൾ ഉയർന്നിട്ടുണ്ട്. ഇലക്ട്രിക് വാഹന വിൽപ്പന രംഗത്ത് 2% ഇടിവ് രേഖപ്പെടുത്തിയിരുന്ന ടെസ്ലയുടെ ഓഹരികൾ 3% വരെ ഉയർന്നു. 130 ദിവസത്തെ കാലാവധിയിലാണ് മസ്കിനെ പ്രത്യേക സർക്കാർ ജീവനക്കാരനായി നിയമിച്ചതെന്നും മെയ് അവസാനത്തോടെ മസ്കിന്റെ കാലാവധി അവസാനിക്കുമെന്നുമായിരുന്നു റിപ്പോർട്ട്. അതേസമയം മസ്ക് 130 ദിവസത്തെ കാലാവധിയേക്കാൾ കൂടുതൽ കാലം തുടരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം തിരിച്ചു പോകുമെന്നാണ് കരുതുന്നത് എന്നായിരുന്നു ട്രംപ് തിങ്കളാഴ്ച മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്.